ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചിൻ വർക്കും അതേപോലെ തന്നെ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതും കൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് കേട്ടോ. അപ്പോൾ എഞ്ചിൻ വർക്ക് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞ രീതി തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് അതിൻ്റെ ഗിയർ വീലിൻ്റെ തേർഡ് ഗിയർ വീലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഒരു വീലാണ് നമുക്ക് മെയിനായിട്ടൊരു തേമാനം ഉണ്ടായത്. ഞാൻ തൽക്കാലം അത് മാറ്റാതെ കൊണ്ട് തന്നെ ഫയൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ കേട്ടോ. പിന്നെ കാരണം ഞങ്ങൾക്ക് എമൗണ്ട് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു വീലാണ് മെയിനായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഫയൽ ചെയ്ത് കറക്റ്റ് ആ ലൈനിലേക്ക് ആക്കി കറക്റ്റ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ മിസ്സിങ് കിട്ടുന്നുണ്ട്. മിസ്സിങ് കിട്ടുന്നതിൻ്റെ കാരണം ഈ ഇരിക്കുന്ന യൂണിറ്റിൻ്റെ ഉണ്ടാവും. അത് ഇലക്ട്രോണിക് CDI എന്ന് പറയും. അത് കമ്പനി ആയിട്ടൊന്നുമല്ല, ഒരു കമ്പനി ആയിട്ടല്ല, അത് വേറൊരു ബ്രാൻഡിൻ്റെയാണ് ഇരിക്കുന്നത്, വേറെ ഏതൊരു കമ്പനിയുടെയാണ്. സാധാരണ ആ രീതിയിൽ വന്ന സംഭവം അത് വരുമ്പോൾ എന്തായാലും നമുക്ക് കമ്പനി ജെനുവിൻ പാർട്സിൻ്റെ ക്വാളിറ്റിയിൽ കറക്റ്റ് പവർ നമുക്ക് പ്ലഗിലേക്ക് കിട്ടില്ല. അതെങ്ങനെയൊക്കെ നോക്കിയാൽ അത് കറക്റ്റ് സാധാരണ രീതിയിലാവാറില്ല. ഒന്നുപോലെ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് അത് കാണിക്കുക. അതായത് മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ അതല്ലെങ്കിൽ റണ്ണിങ് ഓവർ ഹീറ്റിങ് വന്ന സമയത്ത് മിസ്സിങ് അങ്ങനെയൊക്കെ പ്രോബ്ലം കാണിക്കുന്നത് ഈ ഐറ്റത്തിൻ്റെയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ട്രയൽ അടിക്കുന്ന സമയത്ത് ആ കംപ്ലയിൻറ്റ് 1-2 പ്രാവശ്യം കാണിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് എടുക്കാൻ നേരത്ത് ഏറുപിടുത്തം പോലെ കാണിക്കുന്നതിൻ്റെ കംപ്ലയിൻറ്റ് ഈ CDI യൂണിറ്റിൻ്റെ ആണ് കേട്ടോ. അത് മാറ്റിയാലാണ് കറക്റ്റായിട്ട് നമുക്കൊരു സ്മൂത്തായിട്ടൊന്ന് റൈഡ് ചെയ്യണമെങ്കിൽ നടക്കുള്ളൂ. ബാക്കിത്തെ ഭാഗം നമ്മൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഈ എയർ ഫിൽറ്റർ തുടങ്ങിയിട്ട് കാർബറേറ്റർ അടക്കം നമ്മൾ അത്രയും ഭാഗം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈലൻസറിൻ്റെ ഉള്ളിലടക്കം നമ്മൾ ക്ലീനിങ് നടത്തിയിട്ടുണ്ട്. സൈലൻസറിൻ്റെ ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ഇത് ഇവിടെ നിന്ന് സീൽഡാണ്. നമുക്ക് 2 സൈഡിൽ നിന്നും പ്രഷറിൽ വാട്ടർ പമ്പ് വെച്ചിട്ട് അടിച്ചാലാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് ഈ സെൻട്രൽ പോർഷനിൽ ഇവിടെ കാത്തലിക് കൺവെർട്ടർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഓയിൽ മയം ചെറുതായിട്ട് അതിനകത്ത് തന്നെ ഉണ്ടാവും. അത് വണ്ടി ഹീറ്റായിട്ട് ചെറുതായിട്ട് കത്തി തന്നെ പോകും. അങ്ങനെയാണ് പോകുള്ളൂ കേട്ടോ. 100% അതിൻ്റെ ഉള്ളിൽ നിന്ന് പോവുകയില്ല. കാരണം ഞാൻ കുറച്ച് അതിനകത്ത് എന്തായാലും ഡെപ്പോസിറ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അത് ചെയിൻ കിറ്റായിട്ട് 2 സ്പോക്കറ്റും ചെയിൻ കിറ്റായിട്ടാണ് തന്നെ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈനറാണ് കിടക്കണത്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് എത്തിയേക്കണം. തന്നെയല്ല വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് ബ്രേക്ക് ലൈനറിൻ്റെ മാറ്റി ഇടണമെന്ന് പറഞ്ഞിട്ട് കാര്യം. പിന്നെ സെൻട്രലിൽ തന്നെ മോണോഷോക്ക് ഞാനിപ്പോൾ അത് അഴിച്ചിട്ട് ലെയ്ത്തിലേക്ക് വിട്ടേക്കാണ്. കാരണം ഞാൻ എൻ്റെ 2 ബുഷ് സെറ്റ് പോയേക്കണ കാരണം നമുക്ക് ജസ്റ്റ് വണ്ടി ഇപ്പോൾ ഗട്ടറൊക്കെ ചാടുമ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു അടി നമുക്ക് ആ സീറ്റിൻ്റെ ഭാഗത്ത് വന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് കിടക്കും തോറും അത് കൂടുതലാവുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ വർക്ക് ചെയ്യുമ്പോൾ അതടക്കമുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് സസ്പെൻഷൻ്റെ ആ സെൻറ്ററിൽ വന്ന മോണോഷോക്കിൻ്റെ ബുഷടക്കം നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടണം കേട്ടോ. പിന്നെ ഉള്ളത് ആക്സിലേറ്റർ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ഇവിടെ കട്ടായിട്ടിരിക്കണേ, അതുകൊണ്ടാണ് അത് മാറ്റിയിടാൻ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഇവിടെ പൊട്ടിയിട്ട് ഔട്ടർ വലിയ നിൽക്കണം കേട്ടോ. അതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്തെങ്കിലും മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിക്കട അങ്ങോട്ട് മാറ്റിയിടാണെങ്കിൽ നിങ്ങൾക്ക് ആ ലേബർ ചാർജൊക്കെ അതിനകത്ത് അങ്ങോട്ട് കഴിഞ്ഞു പോക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൈയോടെ അത് മാറ്റിക്കോളാൻ പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. ബ്രേക്കൊക്കെ ശരിക്കും കല്ലച്ചാണ് ഇരിക്കണേ. അതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുക. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്. ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം കിട്ടുമെന്നുള്ള കേസ്. അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഫ്രണ്ട് വർക്ക് ചെയ്യണ കൂട്ടത്തിൽ അത് നോക്കി ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു. ബാക്കിയത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. വർക്ക് പരമാവധി നമുക്ക് ഇന്ന് നാളെ ആയിട്ടാണ് തീരും കേട്ടോ. അപ്പം ഞാൻ പരമാവധി ഇപ്പോൾ ഇന്ന് തീർക്കാം. ബാക്കിയത്തെ നമുക്ക് നാളത്തേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നാളെ എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.